ഹായ് ഹലോ, ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബട്ടർ ചിക്കൻ മന്തിയുടെ റെസിപ്പി കാണാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് മന്തി മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ വരെ ഏലക്ക പൊടിച്ചതും 1/2 ടീസ്പൂണ് ചെറുജീരകം പൊടിച്ചതും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ടേബിൾ സ്പൂണ് ഓയിലും 2 ടേബിൾ സ്പൂണ് തൈര് വേണം കേട്ടോ. പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ചിക്കനിൽ പുരട്ടി കൊടുക്കുക കേട്ടോ. ഇതൊരു അരമണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് അരമണിക്കൂറിന് ശേഷം ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചിക്കന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ അത് ആദ്യത്തെ ബാച്ച് ചിക്കന് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അത് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് രണ്ടാമത്തെ ബാച്ചും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ ബാച്ച് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് ഈ ഒരു മസാല തയ്യാറാക്കുക, ബട്ടർ ചിക്കൻ്റെ മസാല തയ്യാറാക്കുക. അതിനായിട്ട് പട്ട, ഗ്രാമ്പ്, ഏലക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1.5 സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് ഒന്നിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം പാടെ വഴന്നു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് മുളക് പൊടി ഇവയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മാഗി ക്യൂബാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് കുക്കിംഗ് ക്രീം ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ക്രീമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ചിക്കനിലൊക്കെ നല്ല പോലെ തന്നെ ഈ ഒരു മസാല പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ചാർക്കോൾ കത്തിച്ചിട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂടി വെക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോഴേക്കും നമുക്ക് ചിക്കനൊക്കെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരമണിക്കൂർ നേരം കുതിരാൻ വേണ്ടി വെക്കുക. ഇനി നമുക്ക് അതിലേക്കുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. 3 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് 2 മാഗി ക്യൂബും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടറും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ബേ ലീഫും പട്ടയും ഗ്രാമ്പും ഏലക്കൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച റൈസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ 2-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂണ് മന്തി മസാലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഞാനൊന്ന് ഇങ്ങനെ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. മാഗി ക്യൂബിൽ ഉപ്പുള്ളതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റ് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഒരു ചെറുതായിട്ടൊരു വെള്ളമുള്ള രീതിയിലുണ്ടായിരിക്കും. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് തന്നെ നമുക്ക് റൈസ് കിട്ടും.
അങ്ങനെ സ്മോക്കൊക്കെ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. കറക്റ്റായിട്ട് തന്നെ നമുക്ക് റൈസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ റൈസ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു റൈസ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഫ്ലേവറായിട്ടുള്ളൊരു റൈസാണ്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബട്ടർ ചിക്കൻ മന്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.